എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ദിവസത്തെ ലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് സാറ്റർഡേ ആയിരുന്നു, കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു വെറൈറ്റി റൈസ് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ എപ്പോഴും ചിക്കനും മീനും അതുപോലെ ബീഫൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി തന്നെ ആക്കാമെന്ന് പറഞ്ഞിട്ട് ചീര വെച്ചിട്ടൊരു സദ്യയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ ചീര വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അവർ കഴിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സദ്യയാണ് എന്നുള്ളത് അറിഞ്ഞത്. ആർക്കും വലിയൊരു ഇഷ്ടമൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ വേറൊരു രസമല്ലേ. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഈ ചീരസദ്യ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ചീരസദ്യയിലോട്ടുള്ള എല്ലാ ചീരകളും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കളത്തോട്ടം. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള ചീരകളൊക്കെ അവിടെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ കറിയാണ് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പരിപ്പ് ഞാൻ നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളവും ഒഴിച്ചിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കാതെ വെറും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ഒരു ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 4 ചുവന്നുള്ളി, അതുപോലെ ഒരു നല്ല എരിവുള്ളൊരു മുളകാണ് കേട്ടോ. എരിവില്ലാത്ത മുളകാണെങ്കിൽ 3-4 ഇടണം. എരിവിന് ആവശ്യമായ പച്ചമുളക് ഇടണം. ഞാൻ ഒരെണ്ണം ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ജീരകം, അതുപോലെ കുറച്ച് മുളക് പൊടി ഇത്രയും ആഡ് ചെയ്തിട്ട് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചോറ് വെക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഗ്ലാസ് അരി എടുത്തിട്ട് നല്ലപോലെ കഴുകിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നല്ലപോലെ കഴുകിയിട്ടുണ്ട്. 5-6 പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കെറ്റലിൽ വെള്ളം തിളച്ചിട്ട് ഓഫായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കെറ്റലിൽ നിന്ന് തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറഞ്ഞ ഗ്യാസേ ചിലവാവുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് അരി തിളച്ച് കിട്ടും. അപ്പോൾ തിളച്ച ഉടനെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു കനം വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാൽ മതി. പിന്നെ നമുക്കൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഊറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് സദ്യയിലോട്ട് തന്നെ ഞാനിവിടെ 2 സവാള, 3 പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം ഞാൻ ഈ ചായ മനസ്സ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചീരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇതുകൊണ്ട് 2 ടൈപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആദ്യം കറിയിലോട്ടാണ് കുറച്ച് എടുക്കുന്നത്. അപ്പോൾ കറിയിലോട്ട് ഞാൻ ഇതിനെ തണ്ടടക്കം എടുക്കുന്നുണ്ട് കേട്ടോ. ഇല മാത്രമല്ല തൊണ്ടും കൂടി എടുക്കുന്നുണ്ട്. ഇല മാത്രം നമുക്ക് എടുത്തിട്ട് വേറെ വെക്കാം. അത് വേറെ ഒരു തോരന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ കഴുകിയതിന് ശേഷം ഈ തണ്ടോട് കൂടി തന്നെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. വലിയ നൈസായിട്ടൊന്നും കട്ട് ചെയ്യണ്ട, കുറച്ചൊരു കനത്തിൽ തന്നെ കട്ട് ചെയ്യുക. കാരണം നമുക്കിത് കറിയിലോട്ട് ഇടാനല്ലേ. അപ്പോൾ ഈ ഒരു ലെവലിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഞാൻ 2 ഐറ്റംസാണ് ആദ്യം തയ്യാറാക്കുന്നത്. മൺചട്ടിയിൽ നമുക്ക് കറി തയ്യാറാക്കാം. അതുപോലെ ഈ ഒരു പാനിൽ നമുക്കൊരു ചീര മുട്ടത്തോരനാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ചീര മുട്ടത്തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ചീരയാണ് എടുത്തിട്ടുള്ളത്, കോഴിച്ചീര. ഇത് നമ്മളെ ചായ മനസ്സാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടുന്ന സമയത്ത്. അതുപോലെ മുട്ടത്തോരനിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, അതുപോലെ ഒരു സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ടത്തോരനിലോട്ട്. മറ്റേ കറിയിലോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാം നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവണം. കുറച്ചും കൂടി സവാള ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു സവാള ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇവിടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കറിയിലോട്ട്. വറ്റൽമുളകും കൂടി നല്ല ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് കറിയിലോട്ട് ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഒരു സവാളയുടെ പകുതി മതിയാവും കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള നല്ലപോലെ ഒന്ന് വാടി വരണം. ഇവിടെ ചീര മുട്ടത്തോരനിലോട്ട് ഞാനൊരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കറിയിലോട്ട് നമ്മളെടുത്ത് വെച്ച ചായ മനസ്സ എന്ന് പറഞ്ഞ ചീര ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ചീര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടും ഉപ്പും അതുപോലെ ഉള്ളിയും ഒക്കെ ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെക്കാം. ആ ചീര അവിടെ കിടന്ന് വേവട്ടെ. ഉള്ളി ഇവിടെ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വാടിയും കിട്ടട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഈ റെഡ് ചീര ഒന്ന് കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇവിടെ നമ്മളെ സവാള നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആ പൊടികളുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ അത് പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക, ഉപ്പ് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 3 മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം. മുട്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ 3 മുട്ടയാണ് പൊട്ടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് തന്നെ ഡയറക്റ്റ് പൊട്ടിച്ച് വെച്ചാൽ മതി. മുട്ട പൊട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, എല്ലാ ഭാഗത്തോട്ടും ആകുന്ന രീതിയിൽ ഒന്ന് ചിക്കി തോർത്തി എടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് ചീര മുട്ടത്തോരനാണ്. പിന്നെ ഈ ഇതിലോട്ട് ചേർക്കുന്ന ഈ കോഴിച്ചീര എന്ന് പറയുന്ന ചീരക്ക് തീരെ വേവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഓംലെറ്റ് അടിക്കുമ്പോഴൊക്കെ അതിലോട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഓംലെറ്റ് അടിച്ചുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. അപ്പോൾ അങ്ങനത്തെ വേവ് കുറവുള്ള ചീരയാണ് ഇങ്ങനത്തെ മുട്ടത്തോരനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മുട്ട നമ്മൾ അതുപോലെ ചിക്കി തോർത്തി ആക്കിയതിന് ശേഷമാണ് നമുക്ക് ഇതിലോട്ട് ചീര ആഡ് ചെയ്യുന്നത്. കാരണം ചീരക്ക് വെറും ചൂട് തട്ടിയാൽ തന്നെ വെന്ത് കിട്ടും, പെട്ടെന്ന് തന്നെ വേവും കോഴിച്ചീര. അപ്പോൾ അത് വേവ് കൂടിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഇനിയിപ്പോൾ മുട്ട ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോഴിച്ചീര ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ നമ്മുടെ ഈ ചീര പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ചു വെച്ചാൽ ഇതിന് വേവ് കൂടിപ്പോകും കേട്ടോ. അങ്ങനെ ഒരു ടൈപ്പ് ചീരയാണ്. ഇത് തന്നെ വെള്ളം കുറേ ഉണ്ടായി വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒപ്പം നിന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചീര മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. ഈ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ടിഫിനിൽ കൊടുത്തേക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ കോഴിച്ചീര ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. ഇതുപോലെ മുരിങ്ങയില വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. മുരിങ്ങയിലയും വേഗം വേവുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ മുട്ട ഇതായതിനു ശേഷം കുറച്ച് മുരിങ്ങയില ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഏത് ഇലയായാലും നമുക്ക് കുട്ടികൾക്ക് കഴിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്ത് എങ്ങനെയെങ്കിലും അവരുടെ ഭക്ഷണത്തിൽ ഒരു ഡയറ്റായിട്ട് ഉൾപ്പെടുത്തണം ഈ ചീര പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം ഒരു വിഭവമെങ്കിലും ചീര വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്കറികൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കറിയിലോട്ടുള്ള ചീര ചായാമൻസ് പറഞ്ഞ ചീര വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ആ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ചീരയിലോട്ട് നമ്മൾ ഉപ്പ് ഇട്ടതാണ്. അപ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. പരിപ്പ് വെച്ചിട്ട് ഉപ്പ് ഇളക്കി നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കുറവുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂട് കിടന്നിട്ടത് വേവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് സമയത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ താഴെ ഉള്ള ആ ചീര വേവ് ഭയങ്കര കൂടിപ്പോവുക ചൂട് കിടന്ന്, ഈ പാനിൻ്റെ ചൂട് കിടന്നിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ. ഈ 2 സംഭവം ഏതെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ ഞാനത് ഇളക്കി കൊടുക്കണം. പാത്രം മാറ്റാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തള വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പാകാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പുണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീര പരിപ്പ് കറിയാണ് കേട്ടോ ഇത്. ഇതുവരെയൊക്കെ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാത്തതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 2 റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരിപ്പ് കറിയും അതുപോലെ ചീര മുട്ടത്തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ആ റെഡ് ചീര വെച്ചിട്ട് ഒരു തോരന് തയ്യാറാക്കണം. അപ്പോൾ അതിലോട്ടൊരു അരപ്പ് തയ്യാറാക്കണം. ഒരു 1/4 കപ്പ് തേങ്ങ, 2 വറ്റൽമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഇത്രയും ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കൂടുതൽ കടുക് വേണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മതി. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ പൊരിഞ്ഞ് വരും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് 2-3 വറ്റൽമുളകും കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ചുവന്നുള്ളിയുടെ ആ ഒരു വാടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കാരണം ചീരക്കൊക്കെ വേവ് കുറവാണ്, വേവ് കൂടിക്കഴിഞ്ഞാലാണ് ടേസ്റ്റ് ഇല്ലാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം അരപ്പ് ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് ചീര ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ അരപ്പ് നല്ലപോലെ ഇതിലിട്ട് എണ്ണയിലിട്ടിട്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച റെഡ് ചീര ഉണ്ടല്ലോ, ചുവന്ന ചീര, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ചുവന്ന ചീരല്ല, പച്ച ചീരയും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഇതുണ്ടല്ലോ കോഴിച്ചീര, അതും ഈ ഒരു റെസിപ്പി ഇത് ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ.
അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് ചീരയാണോ ഉള്ളത് ആ ചീര വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കട്ടോ. ഏത് ചീരയാലും കുഴപ്പമില്ല. ചില ചീരക്ക് വേവ് കുറച്ച് കൂടുതലുണ്ടാവും. പാലക്ക് ചീരക്കൊക്കെ പൊതുവേ ഈ ഒരു വേവനെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചീര മാക്സിമം ഒഴിവാക്കുക. വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ അടുത്തൊരു 3-4 ഐറ്റം ചീര ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ എന്തായാലും 4-5 ദിവസം ഒരു ഐറ്റം ചീര വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ മുരിങ്ങയില വെച്ചിട്ടോ എന്തെങ്കിലും ഒരു ഇലക്കറികൾ ഉണ്ടാക്കാറുണ്ട്. ആഴ്ചയിൽ 2 ദിവസം വെറും പച്ചക്കറി മാത്രമേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അതന്നെ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതല്ല, വാങ്ങാതിരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമുക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. 4 ഇളക്കിളക്കിയാൽ മതി. ഇത് വെന്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാത്രം മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഈ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ വേവ് കൂടിപ്പോവും. ഇനി നമുക്ക് ചായ മനസ്സ് വെച്ചിട്ട് വേറെ ഐറ്റംസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് തന്നെ കുറച്ച് തേങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങ, 4 ചുവന്നുള്ളി, കുറച്ച് കാന്താരി മുളക്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് കടുകിടുക. കടുകിട്ട് പൊട്ടുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും അതുപോലെ 2 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് മൂക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ചായ മനസ്സിൻ്റെ ഇല മാത്രമാണ്, തണ്ട് എടുത്തിട്ടില്ല, ലീഫ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു ചീരക്ക് കുറച്ച് വേവ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അരപ്പ് ആദ്യം ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഞാൻ ചീര തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേവ് കുറവുള്ള ചീര കുക്ക് ചെയ്യുമ്പോഴാണ് ആദ്യം അരപ്പാണെങ്കിൽ അരപ്പ്, മുട്ടയാണെങ്കിൽ മുട്ട ആദ്യം ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റാണ് ചീര ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് നല്ല വേവുള്ളത് കൊണ്ട് ഞാനത് അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ അരപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ റെസിപ്പിക്കും വേറെ വേറെ ടേസ്റ്റാണ് കേട്ടോ. ചീരയാണെങ്കിലും കൂടിയിട്ടൊക്കെ വേറെ വേറെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരസദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പടം കൂടി പൊരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പായസം ഉണ്ടാക്കിയിട്ടില്ല. അതിന് അടപ്രഥമൻ്റെ പാലട മിക്സ് ഉണ്ട് കേട്ടോ. അത് തിളപ്പിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതിൽ വെറും ചീര വിഭവങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ചോറും അതുപോലെ പപ്പടവും. ഇനിയിപ്പോൾ നെല്ലിക്കയുടെ അച്ചാറും ഉണ്ട് കേട്ടോ. അത് തൽക്കാലം എടുത്തിട്ടില്ല. അപ്പോൾ ഇതന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുണ്ട് ഇവിടെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ചീര വിഭവങ്ങളൊക്കെ ഇനി ചീര കിട്ടുമ്പോൾ ഇതിലുള്ള വിഭവങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കട്ടോ. പിന്നെ എല്ലാവരും അടുക്കളത്തോട്ടത്തിൽ കുറച്ച് ചീര കൃഷിയെങ്കിലും ചെയ്യുക. ഈ കോഴിച്ചീരയും ചായ മനസ്സൊക്കെ പെട്ടെന്ന് തന്നെ പിടിക്കും. അത് കൊമ്പ് കുത്തിയാൽ തന്നെ പിടിക്കുന്ന സംഭവമാണ് കേട്ടോ. കാട് പോലെ വളരും. നമുക്ക് എപ്പോഴും കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നമുക്കൊരു ദിവസം ഈ ടിഫിൻ ബോക്സിൽ, ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ വിഭവമാണ് ആ ചീര മുട്ടത്തോരന്. എല്ലാ തോരനും ടിഫിൻ ബോക്സിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, കറി ഒഴികെ. അപ്പോൾ അതെല്ലാം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമായി